2019 മാർച്ച് മാസത്തിൽ നമ്മുടെ തിയേറ്ററിലേക്ക് എത്തി സൂപ്പർ ഹിറ്റ് വിജയം ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ലൂസിഫർ. ആ സിനിമയുടെ രണ്ടാം ഭാഗം എമ്പുരാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ വലിയ ഒരു ആകാംക്ഷ എനിക്ക് ആ സിനിമയ്ക്കുണ്ടായിരുന്നു. ആ ഒരു ആകാംക്ഷ വെച്ച് തന്നെയാണ് ഇന്ന് ഞാൻ ആ സിനിമ കാണാൻ പോയത്. ആ ആകാംക്ഷ ഒട്ടും തെറ്റിയില്ല എന്ന് വേണം പറയാൻ. ഗംഭീര സിനിമ തന്നെയാണ്. സ്റ്റീഫൻ നെടുമുടി വീണ്ടും നമ്മുടെ തിയേറ്ററുകളിൽ വന്ന് രോമാഞ്ചം കൊള്ളിച്ചു എന്ന് വേണം പറയാൻ. ഓരോ സീനുകളും ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട്. മേക്കിംഗ് ഒന്നും ഒരു രക്ഷയില്ല. രാജുവേട്ടൻ വീണ്ടും മികച്ച ഒരു സംവിധായകനാണെന്ന് ഈ സിനിമയിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് സിനിമയുടെ ഫൈറ്റ് സീനുകൾ. ഒരു രക്ഷയില്ല. ക്ലൈമാക്സിലെ ഫൈറ്റ് സീനൊക്കെ ഗംഭീരമായി ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ടോവിനോയുടെ കഥാപാത്രം, അതായത് ജതിൻ രാമദാസ്, ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് ടോവിനോ ചെയ്തു വെച്ചതിൽ ഏറ്റവും വ്യത്യസ്തമായ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഗംഭീരമായിട്ട് അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ലൂസിഫറിലും ആ ഒരു പ്രകടനം നമ്മൾ കണ്ടതാണ്. നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം മഞ്ജു വാര്യരുടെ അഭിനയവും തിരക്കേടില്ല എന്ന് പറയാൻ. ഒരു രാഷ്ട്രീയക്കാരിയുടെ വേഷം അവർ നന്നായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ലൂസിഫറിലെ മുൻ കഥാപാത്രങ്ങളായ സായ് കുമാറിനും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രമാണ് സുരാജിൻ്റെ കഥാപാത്രം. അദ്ദേഹം ലൂസിഫറിൽ ഉണ്ടായിരുന്നില്ല. എമ്പുരാനിൽ ഒരു പുതിയ രാഷ്ട്രീയ വേഷത്തിലൂടെ അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയുണ്ടായി. നന്നായി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിനുപരി ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു മാസ് കഥാപാത്രം കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷമായ ഒരു കാര്യം. ഇനിയും ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ലാലേട്ടനെ തേടിയെത്തട്ടെ. സിനിമകൾ ഇനിയും ഗംഭീര വിജയം ഉണ്ടാവട്ടെ. ഇനിയിപ്പോൾ ലാലേട്ടനായിട്ട് വരാൻ പോകുന്നത് തുടരും എന്ന സിനിമയാണ്. സിനിമയുടെ ട്രെയിലർ ഇന്നലെ പുറത്തു വിട്ടിരുന്നു. നല്ലൊരു ഫാമിലി പടം ആവാനാണ് സാധ്യത. നല്ലൊരു സിനിമയാവട്ടെ. ഈ 2025 ലാലേട്ടന് നല്ലൊരു വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എമ്പുരാൻ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കാണുക. തിരക്കുകൾ കാരണമാണ് കൂടുതലൊന്നും പറയാത്തത്. അധികം പറഞ്ഞാൽ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരുടെ രസം പോകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാത്തവർ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സിനിമ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.